ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി കല്ലുമ്മക്കായ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറം ഭാഗത്തുള്ള തോട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ തോടോട് കൂടിയാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. കല്ലുമ്മക്കായൻ്റെ പുറമേയുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് തുറന്നു കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ചില കല്ലുമ്മക്കായ ഇതുപോലെ ഒന്ന് തുറന്നു കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചകിരി പോലത്തെ സാധനം ഉണ്ടാവും. ഇതുപോലെ ഉണ്ടാവും. അത് നമുക്കൊരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇതൊന്ന് കഴുകിയെടുത്ത ശേഷം ഒരു പ്ലേറ്റിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കല്ലുമ്മക്കായ തുറന്നു കൊടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രമാണ് കഴുകിയെടുത്തത്. കുറേ പ്രാവശ്യം കഴുകിയെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. പിന്നെ ഇതുപോലെ വെച്ചാൽ കല്ലുമ്മക്കായിലെ വെള്ളമൊക്കെ പ്ലേറ്റിലേക്ക് കിട്ടും. ഇതുപോലെ കിട്ടുന്ന വെള്ളം അരിപ്പൊടി കുഴച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതൊരു 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതിയും കുറച്ച് കറിവേപ്പിലയും 1/2 കപ്പ് തേങ്ങയാണ് എടുത്തത്. ഇതും കൂടി പച്ചരിയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അധികം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല, ചെറിയൊരു തരിയോട് കൂടിയാണ് അരച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കല്ലുമ്മക്കായിൽ നിന്ന് വന്ന വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് കല്ലുമ്മക്കായൻ്റെ ഉള്ളിലേക്കൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. അധികം വലുപ്പത്തിൽ ചെയ്തെടുക്കുന്നില്ല. ഇതുപോലെയാണ് നിറച്ച് കൊടുത്തത്. ബാക്കിയുള്ള കല്ലുമ്മക്കായും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ കല്ലുമ്മക്കായും ഒന്ന് നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന മാവ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനൊരു ഇഡ്ഡലി തട്ടിലേക്കാണ് വെച്ച് കൊടുത്തത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരണം. കല്ലുമ്മക്കായ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ തോടൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. തോട് മാറ്റിയെടുക്കുമ്പോൾ കല്ലുമ്മക്കായ ഇതിൽ നിന്ന് വിട്ടുപോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മസാല ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കല്ലുമ്മക്കായൊക്കെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കല്ലുമ്മക്കായി ഈ മസാലയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഫ്രൈ ആയി പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാവും. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. കല്ലുമ്മക്കായ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.